അടുത്തിടെ ന്യൂസ് ചാനലിലും പേപ്പറിലൊക്കെ നമ്മൾ കണ്ടൊരു വാർത്തയാണ് ഞണ്ട് കറി കഴിച്ചിട്ട് ഒരു യുവാവ് മരിച്ചു എന്നുള്ളത്. ഒരു ഭക്ഷണം കാരണം ഒരാൾ മരിക്കുമോ? അലർജി ഇത്രയും വലിയൊരു അപകടമുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വരുന്നതെന്നും നമുക്കിത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം. ചിലർക്ക് ക്രാബ്സ്, പ്രോൺ തുടങ്ങിയ ഷെൽഫിഷ് ഫുഡുകളോട് ശരീരത്തിനൊരു അലർജി ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ശരീരം ഒരു ഡേഞ്ചർ സിഗ്നലാണ് ശരീരം കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ഒരു വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് കാണിക്കുക. ഇതാണ് പലപ്പോഴും അനാഫിലാക്സിസിൽ എത്തുന്നത്. അനാഫിലാക്സിസ് എന്ന് പറയുന്നത് ശരീരം മുഴുവനായിട്ടുണ്ടാവുന്ന ഒരു സിവിയർ ആയിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷനാണ്. അനാഫിലാക്സിസിൽ വരുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ത്രോട്ട് പെട്ടെന്ന് സ്വെല്ലനാവും, അതുവഴി ശ്വാസം എടുക്കാൻ പറ്റാതെ നമുക്ക് ശ്വാസമുട്ടൽ വരാം. കൂട്ടത്തിൽ മുഖത്ത് തടിച്ചു പൊന്തും, ലിപ്സ് സ്വെല്ലനായിരിക്കും, നമുക്ക് തലകറക്കം വരും, ഒപ്പം തന്നെ പെട്ടെന്ന് BP ഡൗൺ ആവും. ഇങ്ങനത്തെ റിയാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ എമർജൻസി എന്ന് മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യണം. പ്രധാനമായ കാര്യം, ഇത് പെട്ടെന്നായിരിക്കും തുടങ്ങുക. ഭക്ഷണം കഴിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അപകടമാണ്. ഇത്തരത്തിലുള്ള അലർജി ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാർ കഴിയുന്നതും ഇതുപോലത്തെ ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസിനെ പറ്റി, കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇൻഗ്രീഡിയൻസിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ അത് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമ്മളത് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഇത് പെട്ടെന്ന് ഒരു സിവിയർ അലർജിക് റിയാക്ഷനിലേക്ക് പോയേക്കാം. ഫുഡ് അലർജിയെ പറ്റിയിട്ട് കൂടുതൽ അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.